ചിലപ്പോൾ റിയൽ ലൈഫിൽ കണ്ടിട്ടുള്ള കേസുകൾ കോപ്പി അടിച്ചു ഞങ്ങൾക്ക് ഞങ്ങളുടെ സിനിമയിൽ ഉള്ളതല്ലേ നിങ്ങളെ കാണിച്ച് ടീസ് ചെയ്യാം. അപ്പൊ ഇതിന്റെ ഷൂട്ടിന് വരുന്ന സമയത്ത് LKG-ലൊക്കെ എന്ന് ആഗ്രഹിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ ചെയ്തത്. ഇതിൽ ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി ചെയ്യുന്നുണ്ട്. ഈ പാട്ട് നമുക്ക് ഭയങ്കര രസമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്കിഷ്ടമുള്ള ഒരു തരം സിനിമയാണ് ഈ ഇൻവെസ്റ്റിഗേഷൻ സിനിമകൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ ഇത് സാറ്റിസ്ഫൈ ചെയ്യും എന്ന് തോന്നിയത് കൊണ്ടാണ് ഈ സിനിമ കമ്മിറ്റ് ചെയ്തത്. ഒരു ഫുൾ ഇന്റർവ്യൂടെ തേട്ടാണ് അത് ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ ഡിസ്കഷൻസ് കുറെ ഉണ്ടായിരുന്നു. ഈ കഥാപാത്രത്തെ നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുക ഈ കഥാപാത്രത്തിന്റെ സൃഷ്ടാക്കളോട് സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആദ്യം ജിൽച്ചേട്ടനായിട്ടും ഡാവിപ്രൂവായിട്ടും ഞങ്ങൾ കുറെ ഡിസ്കഷനിൽ ഇരുന്നതാണ്. അങ്ങനെ ഇത് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിലും വീണ്ടും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണുമായിരുന്നു. കമ്മിറ്റ് ചെയ്തിട്ട് ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് വരെ നമുക്കൊരു സമയം ഉണ്ടായിരുന്നു. അപ്പൊ ഈ ക്യാരക്ടർ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട് നല്ല വ്യക്തമായിട്ടുള്ള ധാരണ ഇവരിൽ നിന്ന് എനിക്ക് കിട്ടിയിരുന്നു. കാര്യം ഇത്രയും വർഷം എന്നേക്കാൾ കൂടുതൽ പക്ഷെ ഷൂട്ടിങ്ങിന് മുമ്പ് ഇവരായിരുന്നിട്ടുണ്ടാവാം ഈ ക്യാരക്ടറിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടാവാം. ഷൂട്ടിംഗ് തുടങ്ങിയതിനു ശേഷം ഇവർ തന്ന ആ ഇൻഫർമേഷൻസിനെയൊക്കെ ബേസ് ചെയ്തിട്ട് ഞാനും കുറെ ചിന്തിച്ചിട്ടുണ്ട്. അതല്ലാതെ വേറെ ശാരീരികമായിട്ടും അങ്ങനെയൊന്നും അതിന്റെ പ്രിപ്പറേഷൻസ് ഒന്നും ചെയ്യേണ്ട അങ്ങനെ ഒരു സിനിമയല്ല ഇത്. മാനസികമായിട്ടാണ് നമ്മൾ ആ ക്യാരക്ടറായിട്ട് മാറാനായിട്ട്, ആ ക്യാരക്ടറിനെ കൂടുതൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. എന്നോടാണ് കണ്ണൂർ സ്കോഡിന് മുമ്പുണ്ടായിരുന്ന സിനിമകളെ എങ്ങനെയാണോ സ്വീകരിച്ചത് അതുപോലെ സ്വീകരിക്കാം. കണ്ണൂർ സ്കോഡിന് ശേഷം വരുന്ന സിനിമകൾ എങ്ങനെയാണോ സ്വീകരിക്കാൻ പോകുന്നത് അതുപോലെ സ്വീകരിക്കാം. എനിക്ക് കൃത്യമായിട്ട് അറിയില്ലാതെ നിങ്ങൾക്ക് എന്താണ് അതിന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഉത്തരം എന്നുള്ളത്. ഓരോ സിനിമയും ഓരോ തരമാണ്. ഇപ്പൊ കണ്ണൂർ സ്കോഡ് ഡയറക്ട് ചെയ്തിട്ടുള്ള റോബി എന്റെ വളരെ അടുത്ത സുഹൃത്താണ്. അതിന്റെ എഴുതിയ റോണിച്ചേട്ടൻ എന്റെ വളരെ അടുത്ത സുഹൃത്താണ്. ഞങ്ങൾ 2018 സിനിമ ചെയ്യുന്ന സമയത്ത് അതിന്റെ ത്രെഡ് അന്നേ കേട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. അന്നേ അത് അടിപൊളിയായിരിക്കും എന്ന് റോണിച്ചേട്ടനോട് പറഞ്ഞ ആളാണ് ഞാൻ. പക്ഷെ അതിന്റെ കഥയൊക്കെ എനിക്കറിയാമായിരുന്നു. ഇതിന്റെ കഥയും എനിക്കറിയാവുന്നത് എന്നോട് വളരെ വ്യത്യസ്തമായിട്ടുള്ള, അത് രണ്ടും തമ്മിൽ വരെ ബാലൻസ് ഡ്രോ ചെയ്യാൻ പറ്റാത്ത സിനിമകളാണ്. തീർച്ചയായിട്ടും ഈ അന്വേഷണത്തിന്റെയും അന്വേഷകരുടെയും കഥ അതിലുണ്ട്, ഇതിലുണ്ട്. പക്ഷെ ഇത് വേറൊരു സിനിമയാണ്. നമ്മൾ അതിനെ മറ്റു സിനിമകളുടെ അടിസ്ഥാനപ്പെടുത്തി അല്ലെങ്കിൽ ബെഞ്ച് മാർക്കുകളെ അടിസ്ഥാനപ്പെടുത്തി അല്ലാതെ ഇതിനെ ഈ സിനിമയായിട്ട് ഒന്ന് കണ്ടുപോകും. ചിലപ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കും. നമ്മൾ സ്ഥിരം കണ്ടുവരുന്ന ഒരു സിനിമ ഇറങ്ങുവാണ്. ഒരു എന്താ പറയുക, ഒരു ദിവസം 2 ദിവസം കഴിയുമ്പോഴേക്കും ഇത് ഏതെങ്കിലും ചിലപ്പോൾ ഒരു ഡയറക്ടർ റൈറ്ററുടെ ക്രിയേറ്റിവിറ്റി ആയിരിക്കും. അത് ചിലപ്പോൾ ഏത് കാലത്ത് ഇറങ്ങിയ സിനിമയുടെ ചെറിയ സാമ്യം ഉണ്ടാവാം. ഉടനെ ഇത് ആ സിനിമയായിട്ട് സാമ്യമുണ്ട്, ഇത് അങ്ങനെ ഒരു സിനിമയാണ്, ഇന്ന സിനിമയുടെ കടാക്ഷയാണ് ഇത്, അങ്ങനെ പറഞ്ഞിട്ട് അത് എന്താ പറയുക, ഒരു സിനിമയുടെ അതേ കോപ്പി ആണെന്നുള്ള ലെവലിൽ പോലും സോഷ്യൽ മീഡിയയിൽ വരാറുണ്ട്. അന്വേഷിച്ച് കണ്ടെത്തുന്ന സിനിമ ഒന്നിന്റെയും കോപ്പിയല്ല. ഇത് ചിലപ്പോൾ റിയൽ ലൈഫിൽ കണ്ടിട്ടുള്ള കേസുകൾ കോപ്പി അടിച്ചു തോന്നുന്നിരിക്കും. പക്ഷെ മറ്റൊരു സിനിമയെ കോപ്പി അടിച്ചതായിട്ട് തോന്നില്ല, ഉറപ്പായിട്ട് തോന്നില്ല. പുള്ളിക്ക് ഒരു കസായിട്ട് ഇവിടെ ഇരിക്കുന്നില്ല, ഒന്നും ചോദിച്ചു കഴിക്കില്ല. കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും ഒന്നിനോടൊന്നിനും സാമ്യം തോന്നാത്ത രീതിയിൽ, അല്ലെങ്കിൽ എന്റെ കഥാപാത്രം ചെയ്യുമ്പോൾ പ്രേക്ഷകർ ഇങ്ങനെ ഒരിക്കലും കണക്റ്റഡ് ആവരുത് എന്ന് ശ്രമിക്കുക. ഒരു ആക്ടർ വളരെ ഷേപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ടോവിൻ എന്നൊരു ആക്ടർ ഇനിയും വരാൻ പോകുന്ന ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമകളുണ്ട്. എങ്ങനെയാണ് പ്രേക്ഷകരെ തൃപ്തിപ്പെടുന്നത്? ഞാൻ എല്ലാത്തിലും ഈ പറഞ്ഞതുപോലെ ശ്രമിച്ചിട്ടുണ്ട്, ഇനി ശ്രമിച്ചുകൊണ്ടിരിക്കും. തീർച്ചയായിട്ടും പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുക, നിങ്ങളെയൊക്കെ എന്റർടൈൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പ്രധാന ഉദ്ദേശം. അതിനു വേണ്ടിയിട്ട് നമ്മളുടെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്, ഇനിയും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതും നമ്മൾ ഓരോ ഷോട്ടിന് മുമ്പ് ഓരോ സീനിന് മുമ്പ് നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യേണ്ട എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ഡിസ്കഷൻസ് ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് വേറൊരു കാലഘട്ടത്തിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണിക്കാൻ പറ്റാത്ത ചില മാനേഴ്സുകളുണ്ട്, പുതിയ ഇപ്പോഴത്തെ കാലഘട്ടത്തിന്റെ കാര്യമുള്ള മാനേഴ്സുകളുണ്ട്. പിന്നെ ലുക്കിനാണെങ്കിലും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ മൊബൈൽ ഫോൺ ഇല്ലാത്ത, അങ്ങനത്തെ ടെക്നോളജികളൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന അന്വേഷണമായത് കാരണം കൊണ്ട് അതിലെ ആ ഒരു പഴമ ചിലപ്പോൾ ഇപ്പോൾ ഒരു പുതുമയായിട്ട് തോന്നുമായിരിക്കും. അപ്പൊ അതൊക്കെ തന്നെയാണ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളത്. പല ക്രിക്കറ്റ് കളിച്ചും ഒരുമിച്ച് എല്ലാവരും കൂടെ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചും ഒരുമിച്ച് ഹാപ്പി ആയിട്ട് ഷൂട്ട് ചെയ്തു. ഈ സിനിമയുടെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ സിനിമയുടെ
നാളത്തെ വെർഡിക്ട് എന്തോ ആയിക്കോട്ടെ, ഈ സിനിമ ചെയ്തത് ഒരിക്കലും റിഗ്രറ്റ് ചെയ്യേണ്ട കാര്യമില്ലാത്ത രീതിയിൽ ഞങ്ങൾ ഷൂട്ടിങ്ങിന്റെ സമയത്ത് പുതിയ നല്ല സുഹൃത്തുക്കളെ കിട്ടുകയും ഒരുപാട് നല്ല സമയങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് നമ്മൾ ട്രഷർ ചെയ്യുന്നത്. നമ്മൾ ഇതിന്റെ വെർഡിക്റ്റിൽ മാത്രം അടിസ്ഥാനപ്പെടുത്തിയല്ല ഞങ്ങളുടെയൊക്കെ സൗഹൃദങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അത് ഒരിക്കലും ഇനി മുന്നോട്ടുള്ള സൗഹൃദങ്ങളിലേക്ക് പോകും. ഈ സിനിമയുടെ ഒരു സിനിമയുടെയും വെർഡിക്റ്റ് അനുസരിച്ചിട്ടല്ല സൗഹൃദങ്ങൾ ഉണ്ടായിട്ടുള്ളത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. നമ്മൾക്ക് എല്ലാവർക്കും കുറെ സൗഹൃദങ്ങളുണ്ട്. അത് കാരണം കൊണ്ട് നമ്മൾ പല സിനിമകളും ചെയ്യാതിരിക്കാം. പക്ഷെ അതൊന്നും പ്രേക്ഷകൻ അറിയേണ്ട കാര്യമില്ല. പ്രേക്ഷകന്റെ സിനിമ നന്നാവുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നല്ലൊരു സിനിമ ചെയ്യാനുള്ള അവസരം ഉണ്ടെങ്കിൽ അതൊരിക്കലും നഷ്ടപ്പെടുത്തി കളയാത്ത ആളാണ് ഞാൻ. എന്നാൽ എനിക്ക് അത്രയ്ക്കും ഇഷ്ടപ്പെടാത്തൊരു സിനിമയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു നമുക്കിത് ചെയ്തു നോക്കാം എന്ന് പറഞ്ഞ് ചെയ്യുന്നത് ഞാൻ പ്രേക്ഷകരോടും എൻ്റെ സുഹൃത്തിനോടും ചെയ്യുന്ന ഒരു ചതിയില്ല, നീതികേടല്ല. നമുക്ക് എല്ലാം മുൻകൂട്ടി തീരുമാനിച്ചു അല്ലെങ്കിൽ ഇത് ഇത്ര കളക്ഷൻ വരും, ഇത് ഇത്ര സെന്ററിലോട് ഒന്നും നമുക്കറിയില്ല. നമുക്ക് അങ്ങനെയൊന്നും നമ്മുടെ കഥ പറയാൻ വരുന്നവരോട് നിങ്ങൾ ഒരിക്കലും എടുത്ത് കാണിക്കും എന്നിട്ട് ഞാൻ വന്ന് അഭിനയിക്കാൻ എന്ന് പറയാൻ പറ്റില്ല. ഇതിനകത്ത് നമ്മളുടെ പേഴ്സണൽ ബന്ധങ്ങളെക്കാൾ ആ സിനിമ നന്നാവുക. കാര്യം പേഴ്സണൽ ബന്ധം ചിലപ്പോൾ രണ്ടുപേരും മാത്രം തമ്മിലായിരിക്കും. പക്ഷെ ആ സിനിമയിൽ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നതാണ്. നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക ആ സിനിമയിൽ ചെയ്ത എല്ലാവർക്കും കൂടെ കിട്ടുന്ന ഒരു സിനിമയാവാം എന്നുള്ളതാണ്. ആർക്കെങ്കിലും ഒരു പ്രൊഡ്യൂസർ ഉൾപ്പെടെ. ഞാനൊരു സൗഹൃദത്തിന്റെ ഒരു മോശം സിനിമ ചെയ്തൊരു പ്രൊഡ്യൂസറിന്റെ നഷ്ടം ഉണ്ടായി കഴിഞ്ഞാൽ എൻ്റെ പ്രിൻസിപ്പൽസിനെതിരായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും കുറേയൊക്കെ ഷുഗർ കോട്ട് ചെയ്ത് പോളിഷ് ചെയ്ത് സത്യസന്ധമായിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യാറുള്ളത്. ഇപ്പോഴും പറയുന്നു സിനിമ എക്സ്പെക്ടേഷനോടെ അല്ലെങ്കിൽ ഓവർ എക്സ്പെക്ട് ചെയ്ത് ഒരിക്കലും കാണാൻ വരണ്ട. ഒരു ബ്ലാക്ക് പേപ്പർ ഒന്ന് കണ്ടാൽ മതി. ഈ ഓവർ എക്സ്പെക്ടേഷൻസ് ആയാലും അങ്ങനെ ഓവർ ഹൈപ്പ് ഓവർ ഹൈപ്പ് വരുന്ന ചിത്രങ്ങളൊന്നും അത്രയും എപ്പോഴാണത് ഓവർ ഹൈപ്പ് ആവുന്നത്? അത് ഹൈപ്പ് എങ്ങനെയാണ് ഓവർ ഹൈപ്പ് ആവുന്നത്? എക്സ്പെക്ടേഷൻ എങ്ങനെയാണ് ഓവർ എക്സ്പെക്ടേഷൻ ആവുന്നത്? നമ്മള് മുന്നോട്ട് നിങ്ങൾക്ക് ഇതിന്റെ കണ്ടന്റുകൾ തന്നിട്ടുണ്ടല്ലോ, അത് വെച്ച് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലൊരു സിനിമ ഉണ്ടാക്കിയിട്ട് അതേ സിനിമ കാണാൻ വേണ്ടി വരുമ്പോഴാണ് അത് ഓവർ ഹൈപ്പ് ഓവർ എക്സ്പെക്ടേഷൻ ആവുന്നത്. അങ്ങനെയൊന്നുമില്ലാതെ ഈ ഒരു സിനിമ എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം എന്ന് തുറന്ന മനസ്സോടെ വന്ന് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീണ്ടും ഇങ്ങനെ പറയുന്നത്. കൈയുടെ പറയുണ്ടായി. അതായത് ഇപ്പം മലയാള സിനിമകളെക്കാളും മറ്റ് അന്യഭാഷ സിനിമകൾ തിയേറ്ററിൽ എണ്ണം കൂടുന്നുണ്ട്. മലയാള സിനിമയ്ക്ക് ഇവിടെ ഒരു വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കണ്ടന്റ് ഓറിയന്റഡ് ആയ സിനിമകൾ ഇറങ്ങുന്ന ഒരു ഇൻഡസ്ട്രിയാണ് മലയാളം. പക്ഷെ എങ്കിൽ കൂടി മറ്റ് അന്യഭാഷ ചിത്രങ്ങളുടെ ഇവിടെ പ്രാധാന്യം കൂടുമ്പോൾ മലയാളത്തിലുള്ള പ്രാധാന്യം കുറയണം. ആസ് ആൻ ആക്ടർ അല്ലെങ്കിൽ അഭിനയിക്കുന്ന നല്ലൊരു ആക്ടറാണ്. എന്താണ് താങ്കളുടെ അഭിപ്രായം? ആസ് ആൻ ഓഡിയൻസ് നിങ്ങളുടെ അഭിപ്രായം? ആസ് ആൻ ഓഡിയന്റ് മലയാള സിനിമ ഇച്ചിലൂടെ മറ്റു ഭാഷകൾ അംഗീകരിക്കപ്പെടുന്ന പോലെ തന്നെ മലയാള സിനിമകൾ ഇച്ചിലൂടെ അംഗീകരിക്കപ്പെടുന്ന വിഷയമാണ്. അംഗീകരിക്കപ്പെടുന്നതല്ലേ പറഞ്ഞത്? ആരാണ് അംഗീകരിക്കുന്നത്? അല്ല, ഇച്ചിലൂടെ തിയേറ്ററുകളിലായാലും ഇപ്പം ഒരു സിനിമ ഓടുന്ന ഒരാഴ്ച 2 ആഴ്ച അല്ലെങ്കിൽ 4 ആഴ്ച ഓടിക്കൊടുക്കുന്ന തിയേറ്ററുണ്ട്. ഒരു മറ്റ് ഒരു തെലുങ്കോ അല്ലെങ്കിൽ കന്നഡയോ ഒരു സിനിമ ഇറങ്ങുകയാണെങ്കിൽ നല്ല സിനിമ ആയിരിക്കാം. പക്ഷെ അത് ഇച്ചിലൂടെ തിയേറ്ററിൽ വരുന്ന കൂടുമ്പോൾ ആളുകൾ അതിനായിരിക്കും കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇപ്പുറത്തൊരു മലയാളം പടം ഉണ്ടെങ്കിൽ അത് എന്താണ് ചെയ്യുന്നത്? ഞങ്ങളുടെ സിനിമകൾ പരമാവധി പൂർണ്ണമായിട്ട് ചെയ്യുന്നുണ്ട്. അത് എല്ലാ സിനിമയും ഒരുപാട് നന്നാവും എന്നൊന്നും ഉറപ്പൊന്നും പറയുന്നില്ല. പക്ഷെ എല്ലാ സിനിമകളെ പറ്റിയും അതേ എഫേർട്ടുണ്ട്. ഇവിടെ വിജയിക്കുന്ന സിനിമകളുടെയും പരാജയപ്പെടുന്ന സിനിമകളുടെയും ഒക്കെ പിന്നിൽ അതേ എഫേർട്ടുണ്ട്. ഒരാളെയും നിരോധിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ വേണ്ടിയിട്ടല്ല ഞങ്ങൾ സിനിമ ചെയ്യുന്നത്. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി കയ്യിലിരിക്കുന്ന ആവശ്യം കൊടുത്ത് നമ്മൾ ഇതുവരെ പടമെടുത്തൊരു സിനിമ ചെയ്യുന്നുണ്ട്. സിനിമ നന്നാവണം എന്നാഗ്രഹിച്ച് തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഇതിൽ ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി ചെയ്യുന്നുണ്ട്. ഇതിൽ കൂടുതൽ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ പറയും. പരമാവധി പ്രൊമോഷൻ നിങ്ങൾക്ക് തോന്നിയാലല്ലേ നിങ്ങൾ തിയേറ്ററിൽ കാണാൻ വരാൻ പറ്റുള്ളൂ, വരുള്ളൂ. ഞങ്ങൾക്ക് ഞങ്ങളുടെ സിനിമയിൽ ഉള്ളതല്ലേ നിങ്ങളെ കാണിച്ച് ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് വെച്ചിട്ട് നിങ്ങൾ വന്ന് കാണുക. തിയേറ്റർ നിറഞ്ഞ സദസ്സിൽ സിനിമ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ മാറ്റി വേറെ സിനിമ ഇടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല സിനിമയാണെങ്കിൽ അതിനെ മാക്സിമം പ്രോത്സാഹിപ്പിക്കുക. മോശം സിനിമകൾ നിങ്ങൾ കാണേണ്ട പ്രോത്സാഹിപ്പിക്കേണ്ട. അതിൽ പരം നമുക്കിതിൽ എന്താണ് മുന്നോട്ട് ചെയ്യാൻ പറ്റുക? മറ്റ് ഇൻഡസ്ട്രികളൊക്കെ ചിലപ്പോൾ ഒരുപാട് പണം മുടക്കി നമ്മളുടെയൊക്കെ എത്രയോ അധികം ബഡ്ജറ്റുള്ള സിനിമകളായിരിക്കാം. അല്ലെങ്കിൽ നമ്മളെക്കാളും കൂടുതൽ പ്രൊമോഷൻ ചെലവിടാൻ പറ്റുന്ന പ്രൊഡക്ഷൻ കമ്പനീസ് ആയിരിക്കാം അതിൻ്റെ പുറകിൽ. അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിക്കുക, കേരളത്തിൽ നമ്മളുടെ ഒരു സിനിമ കൾച്ചർ വളരെ അടിപൊളിയാണ്. നമ്മൾ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, ഇംഗ്ലീഷ്
കഴിഞ്ഞാൽ നല്ല സിനിമയായ നമ്മൾ തിയേറ്ററിൽ പോയി തന്നെ കാണുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ കോമ്പറ്റീഷൻ അതനുസരിച്ച് ഭയങ്കര കൂടുതലാണ്. മറ്റു പല നാടുകളിലും അവരുടെ റീജിയണൽ ലാംഗ്വേജ് സിനിമയ്ക്ക് ഇത്ര കോമ്പറ്റീഷൻ ഇല്ല. അപ്പോൾ നമുക്കൊരിക്കലും 1000 കോടിയുടെ പടമായിട്ടോ 500 കോടിയുടെ പടമായിട്ടോ അതിനുള്ള ബഡ്ജറ്റൊന്നും നമുക്കില്ല, അതിനുള്ള ഭാഗങ്ങളല്ല. നമുക്ക് നമ്മുടെ കഴിവിൻ്റെ പരമാവധി വെച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ശ്രമിക്കുന്നുണ്ട്. ഇതിനേക്കാൾ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് മലയാള സിനിമ വരിക തന്നെ ചെയ്യും. ഇപ്പോഴും മലയാള സിനിമയുടെ അങ്ങനെ കണ്ടന്റ് ബേസ്ഡ് സിനിമകൾ കുറവാണെന്നോ മലയാള സിനിമയ്ക്കും എല്ലാത്തിനും ക്വാളിറ്റി ഇല്ലെന്നൊന്നും ഞാൻ പറയില്ല. മലയാള സിനിമകളെല്ലാം നല്ല എഫേർട്ട് എടുത്ത് തന്നെയാണ് ചെയ്യുന്നത്. ബാക്കിയുള്ളവർ ഒരു ദിവസം 10 മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ 15-20 മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അത്രയും എഫേർട്ട് എടുത്താലേ നമുക്ക് ഇവരൊക്കെ ആയിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഈ സിനിമയാണെങ്കിലും ഈ മാസം വരുന്ന സിനിമകളെ പറ്റി നമുക്ക് നല്ല പ്രതീക്ഷകളില്ല. സിനിമകൾ നല്ലതാണെങ്കിൽ അതിനെ കൈവിടാതിരിക്കുക. നല്ല കണ്ടന്റുള്ള നല്ല സിനിമകൾ അത് വലുതാണോ ചെറുതാണോ എന്നുള്ളത് ചിന്തിക്കാതെ അതിനെ എന്താ പറയുക ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ എത്ര സിനിമകളാണ് ഈ മാസം വരുന്നത്? ഇപ്പം തന്നെ ഞാൻ കണ്ടുള്ളൂ മഞ്ഞുമൽ ബോയ്സിൻ്റെ. ഞാൻ ഭയങ്കര പ്രതീക്ഷ ലഭിച്ചിരിക്കുന്ന സിനിമയാണ്. എനിക്ക് എൻ്റെ കഥ അറിയാം. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഞാൻ പോയിട്ടുണ്ട്. ഞാനത് എന്തായാലും തീർച്ചയായിട്ടും കാണാൻ പോകുന്ന സിനിമയായിരിക്കും. അതേപോലെ ഗ്രാമയോഗം എന്നുള്ള സിനിമ ഇതേപോലെ തന്നെ ഞാൻ കാത്തിരിക്കുന്ന സിനിമയാണ്. അല്ലെങ്കിൽ നമ്മുടെ തുണ്ട് എന്ന് പറയുന്ന സിനിമ ബിജുവേട്ടൻ്റെ പടം, അത് അതിൻ്റെ ഡയറക്ടർ തലമുറയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സിനിമാറ്റോഗ്രാഫറും അതിൻ്റെ പ്രൊഡ്യൂസറും ഒക്കെ എൻ്റെ വളരെ സുഹൃത്തുക്കളാണ്. ഞാൻ ആ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തത്. അപ്പോൾ ഈ മാസം വരുന്ന സിനിമകളെല്ലാം ഇതിനൊക്കെ നിങ്ങൾക്ക് വർക്കാവുന്ന സിനിമകളുണ്ടെങ്കിൽ അതൊന്ന് പ്രോത്സാഹിപ്പിക്കും. ഞങ്ങൾക്കത് ഭയങ്കര സഹായമായിരിക്കും. അതല്ലാതെ ഞങ്ങൾ ഉഴപ്പിയിട്ടോ വേണ്ടെന്ന് വെച്ചിട്ടോ ഒരിക്കലും ഒരു സിനിമ മോശമാവാറില്ല. ആർക്കും മുൻകൂട്ടി കാണാൻ പറ്റില്ല. എല്ലാം ഒരു ശ്രമമല്ലേ. ആ ശ്രമം വിജയിച്ചാൽ അടിപൊളി, പരാജയപ്പെട്ടാൽ അടുത്ത പരിപാടിയായിട്ട് വീണ്ടും വരണം. അതൊരു പരാജയമാണ്. സിനിമ നന്നാവുക, സിനിമയുടെ കൂടെ നമ്മൾ നന്നാവുക എന്നുള്ളതല്ലാതെ എങ്ങനെ വന്നാലും ഒരു പരാജയമാണ്. സിനിമ ഭയങ്കര നന്നായിട്ട് പെർഫോമൻസ് മോശം പരാജയമാണ്. പക്ഷെ ഇതൊന്നും എന്നാൽ ഒരു മോശം സിനിമയിൽ നല്ല ക്യാരക്ടർ ചെയ്തേക്കാം എന്ന് വിചാരിച്ചിട്ട്, ഒരു നല്ല സിനിമയിൽ ഒരു മോശം ക്യാരക്ടർ ചെയ്തേക്കാം എന്ന് വിചാരിച്ചിട്ട് ഒന്നും നമ്മൾ ചെയ്യുന്നില്ലല്ലോ. നിങ്ങൾക്ക് ചെയ്യുന്ന പോലെ രാവിലെ കുളിച്ച് കൂട്ടപ്പറയായിട്ട് നമ്മൾ പണിയെടുക്കാൻ നൽകുകയാണ്. അതിലെടുക്കുന്ന പണികൾ നിങ്ങളുടെ ജോലികളെക്കാൾ കുറച്ച് കൂടുതൽ ഞങ്ങളുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ജോലി നിങ്ങളെല്ലാവരും കൂടെ വിധി എഴുതുകയാണ്. അപ്പം ഞങ്ങൾക്ക് നിങ്ങളുടെ റെസ്പോൺസ് പറഞ്ഞാലേ ഞങ്ങളുടെ ജോലി ഞങ്ങൾ നന്നായി ചെയ്തിട്ടുണ്ടോ മോശമായിട്ട് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നല്ല ഒരു പരീക്ഷ ചെയ്തിട്ട് പേപ്പർ ഇട്ടാൻ കാത്തിരിക്കുന്ന പോലെയാണ് നമ്മൾ എല്ലാ പടത്തിലും കാത്തിരിക്കുന്നത്. അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഈ ഒരു പടത്തിന് ശേഷം കഥ കേൾക്കുന്ന സിനിമകളെല്ലാം ഞാൻ ഇമ്മീഡിയറ്റ്ലി രജിസ്റ്റർ ചെയ്യാനിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയൊന്നുമില്ല. ഞാൻ ചൂസ് ചെയ്യുന്ന സമയത്ത് ചെയ്തിട്ടില്ലാത്ത പോലത്തെ ക്യാരക്ടേഴ്സ് ചെയ്യാനായിട്ട് കുറച്ചും കൂടി താല്പര്യമുണ്ടാകും. ചെയ്തിട്ടുള്ള പോലത്തെ ക്യാരക്ടേഴ്സ് ആണെങ്കിലും ഞാൻ ആ ചെയ്തിട്ടുള്ള ക്യാരക്ടറിൽ നിന്ന് എന്ത് ഡിഫറെൻ്റ് ആയിട്ട് പുതിയ സിനിമയിൽ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുക. ഒരേപോലത്തെ ക്യാരക്ടേഴ്സ് സിനിമയായിട്ട് ചെയ്താൽ എനിക്കും ബോറടിക്കും, നിങ്ങൾക്കും ബോറടിക്കും. ശബ്ദം വെച്ച് പിടിച്ചിട്ട് ഒരു ആക്ടറെ അവനോട് തന്നെ ചലഞ്ച് ചെയ്യുന്ന അല്ലെങ്കിൽ എന്നെ തന്നെ മാർക്ക് ചെയ്യുന്ന ഒരു കഥാപാത്രം കിട്ടുക. അപ്പം ആട് ജീവിതത്തിൽ പൃഥ്വിരാജ് പറഞ്ഞു ഇനി ഇതിനകത്ത് ഒരു കഥ ഒന്നും ഞാൻ ചെയ്യില്ല, അത്രയും എഫേർട്ട് കിട്ടും. അപ്പോൾ അതേപോലെ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള എക്സ്പെരിമെന്റൽ ആയിട്ട് കഥാപാത്രം അല്ലെങ്കിൽ ഒരു കഥ വന്നത് എപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. എല്ലാത്തിലും ഇതുപോലെ നല്ല എഫേർട്ട് ഇട്ടിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ അങ്ങനെ ഒരു പെർട്ടിക്കുലർ ഇങ്ങനൊരു പടം എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിനൊരു ടെംപ്ലേറ്റ് എൻ്റെ മനസ്സിലില്ല. ഒരു കഥ കേൾക്കുമ്പോഴായിരിക്കും ഇത് നല്ലതായിരിക്കും എന്ന് നമുക്ക് തോന്നിയിട്ട് നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു ഇന്നതുപോലെ എന്നെ ചലഞ്ച് ചെയ്യുന്ന ക്യാരക്ടേഴ്സാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ അത്ര ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാളുമല്ല. ഞാൻ ആഗ്രഹം കൊണ്ട് സിനിമയിൽ വന്ന ആളാണ്. എല്ലാ സിനിമയും എല്ലാ ദിവസവും ഷൂട്ടും എനിക്ക് ചലഞ്ചിങ് തന്നെയാണ്. ആർക്കും അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഞങ്ങൾക്കൊരു പുതിയ കാര്യമായിരുന്നു. അത് എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അപ്പനാ അഭിനയിക്കാനൊന്നുമില്ല, നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് അതൊരു ഫോട്ടോ ഒക്കെ വെച്ചിട്ട് നിങ്ങളെ കാര്യം. പക്ഷെ പിന്നീടാണ് അതങ്ങനെ ഭയങ്കര ഒരു അങ്ങനെ കുറേ പെർഫോമൻസ് മുഹൂർത്തങ്ങളുള്ള അങ്ങനത്തെ ക്യാരക്ടറൊന്നുമല്ല. അത് എൻ്റെ അപ്പനായിട്ട് തന്നെയാണ് ഒരു 3-4 ഷോട്ടിൽ ആണ് ഉള്ളത്. അത് അത്യാവശ്യം ഡീസൻ്റായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഷൂട്ടിന് വരുന്ന സമയത്ത് LKG-ലൊക്കെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അമ്മയൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്കാണ് ഏറ്റവും കൗതുകം. ഇത്ര കാലം പോകാനാണ് സിനിമയിൽ അഭിനയിച്ചപ്പോഴേക്കും സിനിമ
എനിക്കും അങ്ങനെ ഒരു കൗതുകം ഉണ്ടായിരുന്നു. അത് എല്ലാ കാര്യങ്ങളിലും ജീവിതത്തിൽ ഞാൻ എൻ്റെ അപ്പൻ്റെ അടുത്താണ് എന്തെങ്കിലും ഉപദേശങ്ങൾ അവസാനത്തെ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് അപ്പൻ്റെ അടുത്ത് ചോദിച്ചിട്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ഇപ്പോഴും ചെയ്യുന്നത്. അത് സിനിമയുടെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ എനിക്ക് അങ്ങനെ ചോദിച്ച് തീരുമാനം എടുക്കാൻ പറ്റാത്തത്. എൻ്റെതായിട്ടുള്ള ഫാമിലിയുടെ കാര്യങ്ങളാണെങ്കിലും ബാക്കി എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും അപ്പൻ്റെ അടുത്താണ് ഞാൻ ഉപദേശത്തിലൂടെ ചെല്ലാറുള്ളത്. ഇതിൽ മാത്രമാണ് എനിക്ക് അപ്പന് കുഴപ്പമില്ല പറഞ്ഞുതരാൻ കുറച്ച് അതെന്ന് വെച്ചാൽ സിനിമയിലല്ലെങ്കിൽ അപ്പനൊക്കെ സിനിമയെ പറ്റി ഭയങ്കരമായിട്ട് നമ്മൾ ചില ആളുകൾ സിനിമ കാണുന്ന ആളാണ് കൾച്ചറിൽ ഇടപെട്ടുണ്ട് കുറെ സിനിമകൾ കാണുന്ന ആൾക്കാരാണ്. അതിനപ്പുറത്തേക്ക് ഇതിനകത്ത് പരിചയമില്ലാത്ത അപ്പനെ ഒരു പുതുമുഖത്തിനെ കൊണ്ടുവന്നപ്പോൾ ഞാൻ കുറച്ച് നാളെ കൊല്ലമായിരുന്നു. ഈ ഒരു ഒറ്റ ഏരിയയിലാണ് എനിക്ക് അപ്പനേക്കാൾ എക്സ്പീരിയൻസ് ഉള്ളത്. അത് എനിക്ക് ഭയങ്കര കൗതുകമുള്ള കാര്യമായിരുന്നു. പിന്നെ നേരിട്ട് പോകും ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വന്നിട്ടാണ് ഒരുമിച്ചൊരു ഫ്രെയിമിൽ നിൽക്കുന്നത് ആദ്യമായിട്ടാണ്. ഞങ്ങൾക്കൊരു ഇമോഷണൽ മൊമെന്റ് ആയിരുന്നു. ഞങ്ങൾക്ക് സിനിമ കാണുമ്പോൾ അങ്ങനെ തോന്നിയൊന്നും പറ്റില്ല. പക്ഷെ എനിക്ക് എന്നെ സമയത്തുള്ളത് അത് എടുത്തു വെക്കാനൊരു ഷോട്ടില്ല. കാലങ്ങളോളം നമുക്ക് അതൊരു ഹിസ്റ്ററി അല്ലേ സിനിമ എന്ന് പറയുന്നത്. അതിന്റെ കൗതുകമാണ് കൂടുതലും രണ്ടാൾക്കും തോന്നിയിട്ടുണ്ടാവും. പിന്നെ അതിനോടൊരു ഇമോഷണൽ ഇതും കൂടെ ഉണ്ട്. അതിന്റെ ഇമോഷണൽ